എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐബി. ഞാനിന്നുള്ളത് മൂകാംബികയിലാണ്. അപ്പോൾ ഇന്ന് മൂകാംബികയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടകയിൽ കുല്ലു മൂകാംബിക ക്ഷേത്രം. ഇതിനടുത്ത് തന്നെയാണ് കുടജാത്രി. 42 കിലോമീറ്റർ പോകണം. ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം. അതുപോലെ തന്നെ സൗപർണിക ഒഴുകുന്നതും ഇതിനടുത്തുകൂടി തന്നെയാണ്. മൂകാംബിക വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പൂജ കാണണം. രാവിലെയുള്ള പൂജ, ഉച്ചപൂജ, വൈകിട്ടുള്ള പൂജ. അമ്പലം അടയ്ക്കുന്നതിന് മുമ്പായിട്ട് കഷായ വിതരണമുണ്ട്, അത് കഴിക്കണം. നമ്മുടെ കേരളത്തിലെ മറ്റ് അമ്പലങ്ങളിൽ പോകുന്നതിനെക്കാട്ടി ഒരു പ്രത്യേക എനർജിയാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത്. അത് പോയിട്ടുള്ളവർക്ക് അത് അറിയാവുന്നതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ദർശനം എപ്പോഴും കിട്ടും. എത്ര സമയം വേണമെങ്കിലും ഈ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയും. അമ്പലത്തിൻ്റെ അകത്ത് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ അതിനകത്തുണ്ട്. എവിടെ വേണമെങ്കിലും കയറിയിരിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. രാവിലെ 5 മണിക്കാണ് നിർമ്മാല്യം. അമ്പലം തുറക്കുന്നതിന് മുമ്പായിട്ട് ഒരു പശുവിനെയും പശുക്കിടാവിനെയും കൊണ്ടുവന്ന് ഡോറിൻ്റെ മുന്നിൽ കെട്ടും. അമ്പലം തുറക്കുമ്പോൾ ദേവിക്ക് കണി കാണുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂജകൾ കുടുംബാർച്ചന, ഗണപതി ഹോമം, നെയ് വിളക്ക്, അതുപോലെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എഴുത്തിനിരുത്താം. അത് പ്രായപരിധി ഇല്ല. ഇതെല്ലാം ഇവിടുത്തെ പോറ്റിമാർ നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ള നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ കുടുംബാർച്ചന, ഞങ്ങളെ ഒരു സ്ഥലത്ത് എല്ലാവരെയും ഇരുത്തി കുടുംബത്തിലെ എല്ലാവരുടെയും പേര്, നാള് ചോദിച്ച് ഞങ്ങളെ കൊണ്ട് തന്നെ മന്ത്രങ്ങൾ ചൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും മനസ്സിന് വളരെ സന്തോഷമാണ്. പല ആൾക്കാരും പറയാറുണ്ട് മൂകാംബികയിൽ എത്തിപ്പെടാൻ വളരെ പാടാണ്. ഒരു പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. എല്ലാ വർഷവും രഥോത്സവം ഇവിടെ നടത്താറുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് തന്നെ 2 രഥങ്ങളുണ്ട്. അതിൽ ഒന്ന് ഗോൾഡ് ആണ്, ഒന്ന് തടിയിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതെല്ലാം വലിയ നേർച്ചകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ നേർച്ചകൾക്കും റെസിപ്റ്റ് എടുക്കണം. വലിയ കൗണ്ടറാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അർച്ചന, അതുപോലെ ഉള്ളത് നടത്തുമ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ, അതിന് പ്രത്യേകം കൗണ്ടറുണ്ട്. അതുവഴി പ്രസാദം തരും. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരമ്പലമാണ് മൂകാംബിക ദേവീക്ഷേത്രം. പണ്ടുകാലത്ത് ക്രെയിനോ മറ്റു ഉപകരണങ്ങളോ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. അമ്പലത്തിൻ്റെ പുറകിൽ നെയ്വിളക്ക് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അത് റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അത് വിളക്ക് നമുക്ക് തരും. അത് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ തന്നെ വയ്ക്കുക. ഇഷ്ടം പോലെ വിളക്കുകളുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മണിക്ക് ശീവേലിയുണ്ട്. ആ സമയം ദേവീനെ പുറത്തു കൊണ്ടുവരും. ആ സമയം ഞങ്ങൾ അതിൻ്റെ കൂടെ പ്രദക്ഷിണം ചെയ്യണം.
എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അന്നദാനമുണ്ട്. എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. ചോറ്, രസം, ഒരു മിക്സ് വെജിറ്റബിൾ കറി, പായസം, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഭക്ഷണമാണ്. ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി തന്നെ കിട്ടും. ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ഒരു ഹാള് തന്നെ ഉണ്ട്. കുറച്ച് മേശകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.